വെൽക്കം ടു ഡേ 13 ലാസ്റ്റ് ഡേ ഓഫ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക്. ഇതാണ് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. ഓയോയിൽ നോക്കിയിട്ട് ബുക്ക് ചെയ്തായിരുന്നു. നല്ല ചീപ്പ് റേറ്റ് നമുക്ക് കിട്ടി. ഇപ്പം നമ്മൾ ലക്നൌവിലാണുള്ളത്. ഒരു ചായ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. സ്റ്റേ ചെയ്ത ഹോട്ടൽ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മെയിൻ റോഡിൽ ഒരു ചായക്കട കണ്ടു. ഇവിടുന്ന് ഒരു ചായയും കുടിച്ച് നേരെ റൂമിലേക്ക് തിരിച്ചു. ഞാൻ ഹോട്ടലിലേക്ക് കയറാൻ പോയപ്പോഴാണ് മുന്നിലായിട്ട് 2 പശുക്കൾ അവിടെ നിൽക്കുന്നത് കണ്ടത്. ഓടാനുള്ള ഒരു സിറ്റുവേഷൻ വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ എടുത്ത് ഉള്ളിലേക്ക് വെച്ചു. ഞാൻ ഉള്ളിലേക്ക് കയറി. പക്ഷേ കയറുന്ന സമയത്ത് കൊമ്പ് പിടിച്ച് തലയൊക്കെ തിരിച്ച് വെച്ചിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറിയത്. സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ഫുഡില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തി. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് റൂം ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഊബർ ബുക്ക് ചെയ്തു. 2 പ്രാവശ്യം ക്യാൻസൽ ആയിപ്പോയി. അതുകൊണ്ട് ഒല ബുക്ക് ചെയ്തു. ഇതിൽ 2 ആദ്യം ആരാണോ വരുന്നത് അതിൽ കയറി പോകാമെന്ന് വിചാരിച്ചു. ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് ലുലു മോളിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഈ ഒരു മണ്ടത്തരം മനസ്സിലായത്. നമ്മൾ നിന്നതിൻ്റെ റോഡൊന്ന് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലുലു മോൾ ഇവിടെ കാണാം. അവിടേക്കാണ് നമ്മൾ ഈ ഓട്ടോയും വിളിച്ച് പോകുന്നത്. അങ്ങനെ ജസ്റ്റ് ഒരു ഹൈവേ ക്രോസ് ചെയ്ത് എത്തേണ്ട ലുലു മോളിലേക്ക് അപ്പുറത്ത് പോയി യൂ ടേൺ അടിച്ച് ഇവിടെ മുന്നിൽ വന്ന് നമ്മൾ ഇറങ്ങി. കുറച്ച് അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് കളിച്ച് പിന്നെ ഫുഡ് കഴിക്കുന്ന ഏരിയയിലേക്ക് പോയിട്ട് നമ്മളൊരു മന്തി ഓർഡർ ചെയ്ത് കൂടി ഒരു ജ്യൂസും. ടൈം ആയപ്പോൾ നേരെ ഓല ബുക്ക് ചെയ്തു എയർപോർട്ടിലേക്ക് വെച്ച് പിടിച്ചു. ബാഗ് ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസും എടുത്ത് നേരെ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. കുറച്ച് നേരം അവിടെ പോസ്റ്റായി ടൈം ആയപ്പോൾ നേരെ ഫ്ലൈറ്റിലേക്ക് നടന്നു. ഈ ഫ്ലൈറ്റ് നേരെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ഇവിടെയുള്ള ഇന്റീരിയർ വർക്ക്സ് ഒക്കെ കണ്ടപ്പോൾ കിടിലനായിട്ട് തോന്നി. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് വരുന്നത്. അങ്ങനെ നേരെ ഞാൻ ലോഞ്ചിലേക്ക് വിട്ട് ലോഞ്ചിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. കാരണം ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് എനിക്ക് ഈ അടുത്താണ് കിട്ടിയത്. നേരെ ഞാൻ പെട്ടെന്ന് പോയി നോക്കി ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ നമുക്ക് പറ്റിയ ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്രയും ഞാൻ എടുത്തുള്ളൂ. എയർപോർട്ട് മൊത്തത്തിൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ബോർഡിംഗ് ടൈം ആയപ്പോൾ നേരെ ഗേറ്റിനടുത്തേക്ക് ചെന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു ഫ്ലൈറ്റ്. കുഴപ്പമില്ലായിരുന്നു. നേരെ ഒരു ഉറക്കം ഇറങ്ങി നേരെ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലെത്തി. അപ്പോൾ ബൈ.